ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഫ്രൂട്ടസ്. അപ്പം ഡെൽറ്റ ഫോഴ്സ് മൊബൈൽ എങ്ങനെ ഇന്ത്യയിൽ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ VPN ഇല്ലാതെ കളിക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ, ഈ ഗെയിം ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ പറഞ്ഞ് വെറുതെ വേസ്റ്റ് ആക്കേണ്ട ടൈം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പോൾ നേരെ കാര്യത്തിലേക്ക്. ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് ആണെങ്കിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും ഇല്ല. അറിയാലോ, നമ്മൾ തേർഡ് പാർട്ടി ആയിട്ടെല്ലാം പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ രണ്ട് സ്റ്റെപ്പ് പറയാം. ഒന്ന്, ഇപ്പോൾ പ്ലേ സ്റ്റോർ വഴി തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം, വലിയ റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രഷ് ആയിട്ടൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് VPN ഉപയോഗിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള, ഈ ഗെയിം ഇന്ത്യയിൽ മാത്രമേ അവൈലബിൾ അല്ലാത്തത്, ബാക്കി എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു US സെർവറോ സിംഗപ്പൂർ സെർവറോ എല്ലാം കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ മെയിൽ ഐ ഡി വെച്ചിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കിട്ടും, ഡെൽറ്റ ഫോഴ്സ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഗൂഗിളിൽ അവൈലബിൾ ആണ്, നമുക്കത് ആക്സസ് ഒക്കെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. അതിൽ കയറിയിട്ട് അവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുന്നത് പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പം സംഭവം സിമ്പിളാണ്. അതല്ലാതെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ട് വേറെ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ടാപ്പ് പോലുള്ള വേറെ ഗെയിം ആപ്പ് സ്റ്റോറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. ടാപ്പ് കുഴപ്പമില്ല, ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പ് സ്റ്റോറാണ്. അപ്പോൾ ടാപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നേരെ ടാപ്പ് എടുക്കുക, ഡെൽറ്റ ഫോഴ്സ് ഒന്ന് സെർച്ച് ചെയ്യുക. ഡെൽറ്റ ഫോഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ രണ്ട് ഡെൽറ്റ ഫോഴ്സ് വരും. ഒന്നെന്ന് പറയുന്നത് ഗറീന വെർഷനും ഒന്നെന്ന് പറയുന്നത് ഗ്ലോബൽ വെർഷനാണ്. അപ്പോൾ ഗ്ലോബൽ വെർഷൻ നമുക്ക് VPN ഇല്ലാതെ കളിക്കാൻ പറ്റും. കാരണം ഗ്ലോബലി അതിൻ്റെ സെർവർ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് VPN സഹായം ഇല്ലാതെ കളിക്കാൻ പറ്റും. പക്ഷേ ഗറീനയും സർപ്രൈസിംഗ്ലി ചില ഡിവൈസിലൊക്കെ VPN ഇല്ലാതെ സപ്പോർട്ട് ആവുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ പേരും പബ്ലിഷറും മാത്രമേ വ്യത്യാസമുള്ളൂ, ഗെയിം സെയിം തന്നെയാണ്. അപ്പം അങ്ങനെയാണ്. ആൻഡ്രോയിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് നമുക്ക് പല ഉടായ്പ രീതിയിലും പല സ്ഥലങ്ങളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ എനിക്കറിയാവുന്ന, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല വർക്കിംഗ് എന്ന് തോന്നിയിട്ടുള്ള രണ്ട് വഴികൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആൻഡ്രോയിഡിൻ്റെ കാര്യത്തിൽ. ഇനി iOSൻ്റെ കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആപ്പ് സ്റ്റോർ എടുക്കുക, എന്നിട്ട് നിങ്ങൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ റീജിയൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ജസ്റ്റ് പാസ്വേഡ് അടിച്ച് കയറേണ്ടി വരും. അപ്പം ഞാനൊന്ന് ലോക്കൊക്കെ കഴിച്ചകത്ത് കയറാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് റീജിയൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, കൺട്രി അല്ലെങ്കിൽ റീജിയൻ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യ എന്നുള്ളത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും, അതായത് ഈ ഗെയിം അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കൺട്രീസിൽ. അപ്പം ഞാൻ ഇട്ടത് USA ആണ്. അപ്പോൾ നിങ്ങൾ USA ഇടണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും കൺട്രി ചൂസ് ചെയ്യാം. പക്ഷേ ഇത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. ഗ്ലോബലി ബാക്കിയുള്ളിടത്തൊക്കെ അവൈലബിൾ ആണ്. അപ്പം ജസ്റ്റ് USA സെലക്ട് ചെയ്യുക, അതിനുശേഷം കണ്ടിന്യൂ എടുക്കുക. ഓൾറെഡി നമുക്ക് എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ആകും. അപ്പം അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. അഗ്രിയൊക്കെ കൊടുത്തകത്തിന് ശേഷം ഇവിടെ ഈ ഡെബിറ്റ് കാർഡിൻ്റെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നോൺ എന്നുള്ളത് ഇട്ടാൽ മതി. കാരണം അല്ലെങ്കിൽ ഗാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിട്ടതിന് ശേഷം പിന്നെ നമ്മൾ അഡ്രസ്സ് ഫില്ല് ചെയ്യുന്ന ഭാഗമാണ്. ജസ്റ്റ് അവിടെ നിങ്ങൾ റാൻഡമായിട്ട് USൻ്റെ ഏതെങ്കിലും ഒരു അഡ്രസ്സ് ഗൂഗിളിൽ പോയി തപ്പിയെടുത്ത് കൊടുത്താൽ മാത്രം മതി. കൊടുക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു സിപ്പ് കോഡ് എന്നൊരു സംഭവമുണ്ട്, ജസ്റ്റ് നമ്മുടെ ഇവിടുത്തെ പിൻകോഡ് പോലത്തെ സംഭവമാണ്. അപ്പോൾ അത് കറക്റ്റ് കൊടുത്താൽ മതി. ബാക്കി നമ്മൾക്ക് ബ്ലാ 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 എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ജസ്റ്റ് അത്രേ ഉള്ളൂ, വലിയ പ്രൊസീജിയേഴ്സ് പരിപാടിയൊന്നുമില്ല. അത് കറക്റ്റായിട്ട് കൊടുക്കുക. മൊബൈൽ നമ്പറും ഉണ്ട്, അതും കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു ഗൂഗിളിൽ തപ്പി ഒരു US നമ്പർ കൊടുത്താൽ മാത്രം മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ എൻജോയ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ പഴയ കണക്ക് നമ്മുടെ പഴയ ഇതിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യാം, പ്രശ്നമില്ല. അങ്ങനെ ഞാൻ ഇട്ടേക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ Apple ID ഒക്കെ വെച്ചിട്ട് അത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റീജിയൻ ചേഞ്ച് ചെയ്യുമ്പോൾ iOSകാർ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ iOSകാർക്ക് പലർക്കും അറിയാമായിരിക്കും ഈ പരിപാടി. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആൻഡ്രോയിഡിലും iOSലും എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗെയിം കളിക്കുക, എൻജോയ് ചെയ്യുക, അതിന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് Instagram വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ബൈ.